അഹമ്മദാബാദ് വിമാനാപകടത്തിന്റെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം ഇനിയും നിരവധി ചോദ്യങ്ങളാണ് അവശേഷിക്കുന്നത്. അപകടത്തിന്റെ യഥാർത്ഥ കാരണത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന കാര്യങ്ങളിൽ ചില സംശയങ്ങളുണ്ട് എന്നുള്ള തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ വരുന്നത്. അതിന്റെ വസ്തുത എന്താണെന്ന് ഉറപ്പിക്കാൻ സാധിക്കാത്ത സ്ഥിതിയിലാണ് ഇപ്പോൾ അന്വേഷണ സംഘമുള്ളത്. പ്രധാനമായും ഈ അപകടത്തിലേക്ക് നയിച്ചത് വിമാന എഞ്ചിനിലേക്കുള്ള ഇന്ധന പ്രവാഹം നിലച്ചത്. അത് നിലച്ചതാണോ നിലപ്പിച്ചതാണോ എന്നുള്ള കാര്യത്തിലാണ് ഇനി അവ്യക്തത ഉള്ളത്. അതായത് ഇതൊരു ഹ്യൂമൻ എറർ ആണോ അതോ ഒരു ടെക്നിക്കൽ എറർ ആണോ എന്നുള്ളത് സംബന്ധിച്ച് ഇനിയും വ്യക്തതയില്ല. അതായത് പൈലറ്റുമാർ അബദ്ധത്തിൽ ആ വിമാന എഞ്ചിനിലേക്കുള്ള ഇന്ധന പ്രവാഹം അത് കട്ട് ഓഫ് ചെയ്തോ അല്ലെങ്കിൽ ബോധപൂർവം തന്നെ അവരത് ചെയ്തോ എന്നുള്ള കാര്യത്തിൽ ഇനിയും വ്യക്തത വരാനുണ്ട്. അല്ലെങ്കിൽ ഈ വിമാന ഇന്ധനം നിയന്ത്രിക്കുന്ന ആ സംവിധാനത്തിന് വന്ന സാങ്കേതിക തകരാറാണോ ഈ അപകട കാരണമെന്നതിനെ സംബന്ധിച്ച് ഇനിയും നമുക്ക് സ്ഥിരീകരണം വന്നിട്ടില്ല. ഈ രണ്ടാമത്തെ സംഗതി, ഈ അവസാന സംഭാഷണം, അതായത് ഈ വിമാനത്തിൻ്റെ കോക്പിറ്റ് വോയിസ് റെക്കോർഡറിൽ ഈ വിമാനത്തിനുള്ളിൽ നടന്ന സംഭാഷണം, പൈലറ്റുമാർ നടത്തിയ സംഭാഷണം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഒരു പൈലറ്റ് സഹ പൈലറ്റിനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനാണ് ഈ ഇന്ധനം കട്ട് ഓഫ് ചെയ്തത്? അപ്പോൾ സഹ പൈലറ്റ് പറയുന്നുണ്ട്, ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. ഈ സംഭാഷണം നടന്നതും ഈ അപകടം നടന്ന വിമാനത്തിൻ്റെ ഫ്ലൈറ്റ് ഡാറ്റ റെക്കോർഡറുണ്ട്. ഇത് വോയിസ് റെക്കോർഡറിലുള്ള ഈ സംഭാഷണവും ഫ്ലൈറ്റ് ഡാറ്റ റെക്കോർഡറിലെ രേഖകളും തമ്മിൽ സാമ്യമുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഇനി പരിശോധന നടത്താൻ, രണ്ടിൻ്റെയും ടൈം ലൈൻ രണ്ടും ഒരേ സമയത്ത് തന്നെയാണോ നടന്നത് എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ഇനി മൂന്നാമത്തെ സംഗതി, ഈ ഫ്യൂവൽ ഇൻഡിക്കേറ്റർ സ്വിച്ച് അത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കുമ്പോൾ അതൊരു ലോക്കിംഗ് സൗണ്ട് അത് പുറപ്പെടുവിക്കാറുണ്ട്. ഈ സൗണ്ട്, ഈ ഒരു ശബ്ദം ഈ വിമാനത്തിൻ്റെ വോയിസ് ഡാറ്റ റെക്കോർഡറിൽ, കോക്പിറ്റ് വോയിസ് റെക്കോർഡറിൽ പതിഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഇനി വ്യക്തത വരേണ്ടതുണ്ട്. ഇനി അടുത്ത സംഗതി, ഈ ഫെഡറൽ ഏവിയേഷൻ അതോറിറ്റി, അത് അമേരിക്കയിലുള്ള ഒരു സംഘടനയാണ്, ഒരു ഏജൻസിയാണ്. അവർ 2018 ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നു. അതായത് ഈ ബോയിങ് വിമാനങ്ങളുടെ ഈ ഫ്യൂവൽ ഇൻഡിക്കേറ്റർ സ്വിച്ച് അത് അതിൻ്റെ ലോക്കിംഗ് ഫെസിലിറ്റി അത് കൃത്യമായി ഉപയോഗിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതിൽ അവ്യക്തതയുണ്ട്. ചില വിമാനങ്ങൾക്ക് അത്തരത്തിൽ ലോക്കിംഗ് സംവിധാനം ഇല്ല എന്ന തരത്തിൽ സൂചനകളുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഫ്യൂവൽ ആ സ്വിച്ചിൻ്റെ കാര്യക്ഷമത ഉറപ്പുവരുത്തണം എന്ന ഫെഡറൽ ഏവിയേഷൻ അതോറിറ്റി മുൻപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ കാലപ്പഴക്കം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ സ്വിച്ചുകൾ മാറ്റിവെക്കണമെന്നുള്ള നിർദ്ദേശമാണ് 2018 പുറപ്പെടുവിച്ചത്. ഇത് പാലിക്കപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യം ഉറപ്പിക്കണം. കാരണം ഇക്കാര്യത്തിൽ അന്വേഷണ സംഘം എയർ ഇന്ത്യയുടെ ഈ വിമാനത്തിൻ്റെ സർവീസ് റെക്കോർഡ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതിൻ്റെ അറ്റകുറ്റപ്പണി സംബന്ധിച്ചുള്ള മുൻ രേഖകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ മാനദണ്ഡം പാലിക്കപ്പെട്ടിട്ടുണ്ടോ ഈ വിമാനത്തിൽ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. പക്ഷേ ഇതേ സമയം തന്നെ എയർ ഇന്ത്യയുടെ CEO, അദ്ദേഹത്തിൻ്റെ പേര് ക്യാമ്പൽ വിൽസൺ എന്നാണ്. കഴിഞ്ഞ ദിവസം അദ്ദേഹം ഒരു പ്രസ്താവന നടത്തിയിരുന്നു. ഈ അപകടത്തിൽപ്പെട്ട ഈ ബോയിങ് വിമാനത്തിന് യാതൊരുവിധ സാങ്കേതിക തകരാറും ഉണ്ടായിരുന്നില്ല, എല്ലാ അറ്റകുറ്റപ്പണിയും കൃത്യമായ ഇടവേളകളിൽ നിർവഹിച്ചതാണ്. പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിൽ ഇത്തരത്തിലൊരു അറ്റകുറ്റപ്പണിയുടെ സാധ്യത, അതിൻ്റെ അപാകതയുടെ സാധ്യത ഇതുവരെ അന്വേഷണ റിപ്പോർട്ടിൽ ഇല്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ വിശദീകരണം. ഈ അപകടമുണ്ടായ പശ്ചാത്തലത്തിൽ എയർ ഇന്ത്യയുടെ മറ്റ് ബോയിങ് വിമാനങ്ങളെല്ലാം തന്നെ അടിയന്തര പരിശോധനകൾക്ക് വിധേയമാക്കി എന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഇനി അടുത്ത സംഗതി, ഈ എൻജിൻ വാൽവ് ടൈമിംഗ്, അതായത് ഈ വിമാനത്തിൻ്റെ എൻജിനിലേക്കുള്ള ഇന്ധന പ്രവാഹം, അതിൻ്റെ വാൽവ്, അതിൻ്റെ ടൈമിംഗ്, അതിനെ സംബന്ധിച്ചുള്ള പരിശോധന, അതിൻ്റെ കൃത്യത ഉറപ്പുവരുത്തണം. അതായത് ഈ കുറേ സെൻസറുകളാണ്, അതായത് ഈ വാൽവിൽ ഇന്ധനം എത്തിയാൽ ഉടനെ വിമാനത്തിൻ്റെ എൻജിൻ അതിൻ്റെ പ്രവർത്തനം പുനരാരംഭിക്കുന്നത് സംബന്ധിച്ചുള്ള ചില സെൻസറുകളാണ് അത്തരത്തിലുള്ള നിർദ്ദേശം എൻജിന് കൊടുക്കുക. അപ്പോൾ ഈ സെൻസറുകൾ കൃത്യമായി പ്രവർത്തിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് സംബന്ധിച്ച് അന്വേഷണ സംഘം വിവരം തേടുന്നുണ്ട്. ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഈ വിമാന നിർമ്മാണ കമ്പനിയായ ബോയിങ്ങിൽ നിന്നും അതേപോലെ തന്നെ വിമാനത്തിൻ്റെ എൻജിൻ നിർമ്മിച്ച GE എന്ന് പറയുന്ന അമേരിക്കൻ കമ്പനിയിൽ നിന്നും അന്വേഷണ സംഘം ആവശ്യപ്പെട്ടിട്ടുണ്ട്. മറ്റൊരു സംഗതി, ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ ഉണ്ട്, SOP എന്നാണ് പറയുക. അതായത് പൈലറ്റുമാർ കോക്പിറ്റിൽ പാലിക്കേണ്ട രീതികൾ, അവരുടെ പ്രവർത്തന രീതികൾ സംബന്ധിച്ച് ഒരു മാനദണ്ഡം തയ്യാറാക്കിയിട്ടുണ്ട്. അത് പ്രകാരം ഉള്ള SOP, അതായത് കൃത്യമായ മാനദണ്ഡം പൈലറ്റുമാർ പാലിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ഉറപ്പുവരുത്തേണ്ടത്. അതായത് വിമാനത്തിൻ്റെ എൻജിൻ, അതിലേക്കുള്ള ഇന്ധന പ്രവാഹം നിലച്ചു എന്ന് മനസ്സിലാക്കിയ ഉടൻ തന്നെ
ആ എൻജിൻ രണ്ടാമത് സ്റ്റാർട്ട് ചെയ്യാനുള്ള നടപടികൾ ആരംഭിക്കേണ്ടതുണ്ട്. ഉടൻ തന്നെ ചെയ്യാൻ സാധിച്ചോ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തേണ്ടതുണ്ട്. ഇക്കാര്യവും അന്വേഷണ സംഘം ഇപ്പോൾ പരിശോധിക്കുകയാണ്. ഇനി എന്താണ് അന്ന് സംഭവിച്ചത്? കഴിഞ്ഞ 12-ാം തീയതി ഉച്ചയ്ക്ക് 1 മണിക്ക് 1:30 കൂടിയാണ് ഈ അപകടം ഉണ്ടായത്. കൃത്യമായി പറഞ്ഞാൽ 1 മണി 37 മിനിറ്റ് 37 സെക്കൻഡ് ആയപ്പോഴാണ് അഹമ്മദാബാദിൽ നിന്ന് ഈ വിമാനം പറന്നുയരാനുള്ള നടപടികൾ ആരംഭിച്ചത്. അതായത് ഈ 1 മണി 37 മിനിറ്റ് 37 സെക്കൻഡ് സമയമായപ്പോൾ വിമാനം പറന്നുയർന്ന 3 സെക്കൻഡ് പിന്നിട്ടിരുന്നു. ഈ സമയം വിമാനത്തിന്റെ വേഗത 180 നോട്ടിക്കൽ മൈലായിരുന്നു. അതായത് ആ സമയം വരെ വിമാനത്തിന് യാതൊരുവിധ തകരാറുമില്ല. പറന്നുയർന്ന 3 സെക്കൻഡ് വരെ വിമാനം ഏതാണ്ട് സാധാരണഗതിയിലാണ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അതിനുശേഷം 1 മണി 38 സെക്കൻഡ് 1 മണി 38 മിനിറ്റ് 42 സെക്കൻഡ് ആയപ്പോൾ ഈ വിമാനത്തിന്റെ എഞ്ചിനിലേക്കുള്ള ഇന്ധന പ്രവാഹം നിലച്ചു എന്നുള്ളത് മനസ്സിലാവുന്നുണ്ട്. കൃത്യം അടുത്ത സെക്കൻഡിൽ തന്നെ, അതായത് 42 സെക്കൻഡിലാണ് അങ്ങനെ ഒരു സംഗതി കണ്ടെങ്കിൽ അടുത്ത സെക്കൻഡിൽ 43-ാമത്തെ സെക്കൻഡിൽ വിമാനത്തിന്റെ ക്യാപ്റ്റൻ സഹ പൈലറ്റിനോട് ചോദിക്കുന്നുണ്ട്, എന്തിനാണ് നിങ്ങൾ ഇത് കട്ട് ഓഫ് ചെയ്തത് എന്നുള്ളത്. അപ്പോൾ സഹ പൈലറ്റ് പറയുന്നു, ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറയുന്നു. 47-ാമത്തെ സെക്കൻഡിൽ, അതായത് ഒരു 4 സെക്കൻഡ് കൂടി കഴിഞ്ഞപ്പോൾ വിമാനത്തിന്റെ റാം എയർ ടർബൈൻ, അതായത് വിമാനത്തിന്റെ എഞ്ചിൻ പ്രവർത്തനം നിലച്ചാൽ ഉടൻ തന്നെ വൈദ്യുത പ്രവാഹം സംവിധാനം ചെയ്യുന്നതിന് വേണ്ടി വിമാനത്തിലുള്ള അടിയന്തര സംവിധാനമാണ് റാം എയർ ടർബൈൻ, റാറ്റ് എന്നാണ് അതിനെ ചുരുക്കി വിളിക്കുക. ഇത് വിമാനത്തിൽ പ്രവർത്തനം ആരംഭിച്ചു എന്നുള്ള സംഗതിയാണ് അപ്പോൾ വരുന്നത്. അതായത് കൃത്യമായി പറഞ്ഞാൽ ആ സമയത്ത് വിമാനത്തിന്റെ എഞ്ചിൻ പൂർണ്ണമായും പ്രവർത്തനം നിലച്ചു, വിമാനത്തിന്റെ വേഗത കുറഞ്ഞു, അത് പതുക്കെ പതുക്കെ താഴേക്ക് വരാൻ തുടങ്ങി എന്നുള്ളതാണ് അപ്പോൾ മനസ്സിലാക്കേണ്ടത്. അതിനുശേഷം 52-ാമത്തെ സെക്കൻഡിൽ 1 മണിക്കൂർ 38 മിനിറ്റ് 52 സെക്കൻഡിൽ പൈലറ്റ് ഈ വിമാനത്തിന്റെ പ്രവർത്തനം പൂർവ്വസ്ഥിതിയിലാക്കാൻ ശ്രമിക്കുന്നു. അതിന്റെ ഇന്ധന പ്രവാഹം പുനരാരംഭിക്കുന്നു. പക്ഷേ ആ ഒരു ചെറിയ ഇടവേളയിൽ ഈ വിമാനത്തിന്റെ എഞ്ചിൻ അതിന്റെ പ്രവർത്തനം പുനരാരംഭിക്കാൻ സാധിച്ചു, അതിന്റെ കപ്പാസിറ്റി വീണ്ടെടുക്കാൻ സാധിച്ചോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. കാര്യം ആ ശ്രമം വിഫലമായതാണ് ഈ അപകടത്തിന് കാരണം വിമാനത്തിന്റെ എഞ്ചിൻ പ്രവർത്തനം നിലച്ചു. അതിന്റെ പ്രവർത്തനം പുനരാരംഭിച്ചിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഈ വിമാനം തകരുന്ന ആ ഒരു സംഗതി ഒഴിവാക്കാമായിരുന്നു. പക്ഷേ അത് പറ്റിയില്ല. കൃത്യം 1 മണി 39 മിനിറ്റ് 5 സെക്കൻഡ് ആയപ്പോൾ ഈ വിമാനത്തിൽ നിന്നും മെയ്ഡേ സന്ദേശം വന്നു. തുടർന്ന് ഈ ഫ്ലൈറ്റ് ഡാറ്റ റെക്കോർഡർ അതിനുശേഷം ഈ ഫ്ലൈറ്റ് ഡാറ്റ റെക്കോർഡറിൽ വിവരങ്ങളില്ല. അതായത് ആ സെക്കൻഡ് കഴിഞ്ഞപ്പോൾ വിമാനം ഏതാണ്ട് തകർന്ന അവസ്ഥയിൽ ആയി എന്നുള്ളത് നമുക്ക് സ്ഥിരീകരിക്കാൻ സാധിക്കും. അപ്പോൾ നിലവിൽ ദ ഇന്റർനാഷണൽ ഫെഡറേഷൻ ഓഫ് എയർലൈൻ പൈലറ്റ്സ് അസോസിയേഷൻ, അതായത് ഈ പൈലറ്റുമാരുടെ അന്താരാഷ്ട്ര സംഘടനയാണ്, അതിൻ്റെ ചുരുക്കപ്പേര് IFALPA എന്നുള്ളതാണ്. അപ്പോൾ അവർ ഈ അന്വേഷണത്തിൽ മുൻവിധികൾ പാടില്ല ഒരു നിലപാടിലേക്ക് വരികയാണ്. കാരണം എല്ലാവരും ഈ പൈലറ്റുമാരുടെ ഗുരുതരമായ പിഴവ് എന്ന രീതിയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. അതായത് ഒരു കോക്പിറ്റിനുള്ളിൽ അതിൻ്റെ ഫ്യൂൽ ഇൻഡിക്കേറ്റർ ഓഫ് ചെയ്യണമെങ്കിൽ അത് പൈലറ്റുമാർക്ക് മാത്രമേ സാധിക്കൂ. അതിന് ഒരു യന്ത്ര തകരാർ ഉണ്ടാകാൻ സാധ്യതയില്ല എന്ന തരത്തിലാണ് ചില വാർത്തകൾ വരുന്നത്. അതായത് പൈലറ്റുമാർ ബോധപൂർവം വരുത്തിയ വീഴ്ച എന്ന നിലയിലാണ് വ്യാഖ്യാനിക്കപ്പെടുന്നത്. അതുകൊണ്ട് ഇത്തരത്തിൽ ഒരു മുൻവിധി പാടില്ല. ഏതാണ്ട് 30 ദിവസത്തിനുള്ളിൽ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കണം എന്നുള്ള മാനദണ്ഡം പാലിക്കാൻ തയ്യാറാക്കിയ ഒരു പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് മാത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വിശദമായ റിപ്പോർട്ട് വരുന്നത് വരെ ആരും നിഗമനങ്ങളിലേക്ക് എത്തരുത്. ഇത് പൈലറ്റുമാരെ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ടുള്ള പ്രചരണങ്ങൾ അവസാനിപ്പിക്കണം എന്നുള്ളതാണ് ഈ സംഘടനയുടെ നിലപാട്.